15/2/2025 ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബ നിങ്ങൾക്ക് ദൈവിക ധർമ്മവും ശ്രേഷ്ഠ കർമ്മവും പഠിപ്പിക്കുന്നു. ഇതിനാൽ നിങ്ങളിൽ നിന്ന് ഒരു ആസുരീയ കർമ്മവും ഉണ്ടാകാൻ പാടില്ല. ബുദ്ധി വളരെ ശുദ്ധമായിരിക്കണം. നമ്മെ ഭഗവാൻ പഠിപ്പിക്കുകയാണ്. ഏറ്റവും ശ്രേഷ്ഠ പഠിത്തം പഠിക്കുകയാണ്. ഏറ്റവും ഉയർന്ന ലക്ഷ്യവുമാണ്, അതായത് സ്വയം ദേവി ദേവത ആകുക എന്നത്. ദേവി ദേവത ആക്കുന്നതിന് ബാബ ദൈവിക ധർമ്മവും ശ്രേഷ്ഠ കർമ്മവും പഠിപ്പിക്കുകയാണ്. ദൈവിക ധർമ്മം എന്നാൽ നമ്മൾ ആത്മാവ് ദൈവിക ഗുണമുള്ളവരാകുന്നതിനുള്ള പഠിത്തം പഠിപ്പിക്കുന്നു. ശ്രേഷ്ഠ കർമ്മം എന്നാൽ നാം എന്ത് പ്രവൃത്തി ചെയ്യുന്നുവോ അതിൽ നിന്ന് ഏറ്റവും ഉയർന്ന ഫലം നമ്മൾക്കുണ്ടാകുന്നതിനുള്ള പഠിത്തം പഠിപ്പിക്കുന്നു. ഇത് വളരെ ഉയർന്ന കാര്യമായതിനാൽ നമ്മളിൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കരുത്. ഒരു കർമ്മവും വികർമ്മമായി തീരരുത്. ഇതിനായി നാം നമ്മുടെ ബുദ്ധി ദിവസവും ശുദ്ധമാക്കണം. വളരെ ശുദ്ധമായ ബുദ്ധിയിൽ നിന്ന് മാത്രമേ ശ്രേഷ്ഠ കർമ്മം ഉണ്ടാകൂ. അല്പമെങ്കിലും കുറവ് അവിടെ ഉണ്ടെങ്കിൽ അതേതെങ്കിലും തരത്തിൽ പുറമെ ഒരു വികർമ്മമായി പുറത്തെത്താൻ സാധ്യതയുണ്ട്. അതിനാൽ ബുദ്ധി വളരെ സ്വച്ഛമായി വയ്ക്കണം. ചോദ്യം: ദേഹാഭിമാനം വരുന്നതിലൂടെ ഏറ്റവും ആദ്യം ഏത് പാപം സംഭവിക്കുന്നു? ഉത്തരം: ദേഹാഭിമാനമുണ്ടെങ്കിൽ ബാബയുടെ ഓർമ്മയ്ക്ക് പകരം ഏതെങ്കിലും ദേഹധാരിയുടെ ഓർമ്മ വരും. കുദൃഷ്ടി ഉണ്ടാകും. മോശമായ ചിന്തകൾ ഉണ്ടാകും. ഇത് വളരെ വലിയ പാപമാണ്. മനസ്സിലാക്കണം, മായ യുദ്ധം ചെയ്യുകയാണ്. ഉടൻ തന്നെ ശ്രദ്ധാലു ആകണം. നാം ദേഹാഭിമാനത്തിൽ നിന്ന് ദേഹി അഭിമാനി സ്ഥിതിയിലേക്ക് പോവുകയാണ്. ശരീരബോധത്തിൽ നിന്ന് ആത്മബോധത്തിലേക്ക് പോവുകയാണ്. ഈ പോക്കിനിടയിൽ എപ്പോഴെങ്കിലും നാം റോങ് സൈഡ് അല്ലെങ്കിൽ തെറ്റായ ദിശയിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് ദേഹാഭിമാനത്തിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഏത് പാപമാണ് സംഭവിക്കുന്നത്? ബാബ പറയുന്നു, ദേഹാഭിമാനം വരികയാണെങ്കിൽ ബാബയുടെ ഓർമ്മയ്ക്ക് പകരം ഏതെങ്കിലും ദേഹധാരിയുടെ, അതായത് വ്യക്തിയുടെ ഓർമ്മ വരും. ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ വേറെ ആരെക്കുറിച്ചാണെങ്കിലും മോശമായ ദൃഷ്ടി വരും. മോശമായ ദൃഷ്ടി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ദൈഹിക ദൃഷ്ടി വരും. അവരുടെ ശരീരത്തെക്കുറിച്ച് നാം ചിന്തിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ അവരെക്കുറിച്ച് ചിന്തിക്കും. ഇതിനെ കുദൃഷ്ടി എന്ന് പറയുന്നു. ഇതിനോടൊപ്പം മോശമായ ചിന്തയും വരും. പലപ്പോഴും ബാബ മുരളികളിൽ പറയാറുണ്ട്, ഇങ്ങനെ ചെയ്യാൻ തോന്നി, അങ്ങനെ ചെയ്യാൻ തോന്നി എന്ന തരത്തിൽ. ഇതെല്ലാം വരുന്നതിനുള്ള വാതിൽ ദേഹാഭിമാനമാണ്. ഇങ്ങനെ ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെയാണ് ഈ വക തെറ്റുകൾ സംഭവിക്കുന്നത്. ഇങ്ങനെ തെറ്റ് സംഭവിക്കുന്നത് വളരെ വലിയ പാപമാണ്. മനസ്സിലാക്കണം, മായ യുദ്ധം ചെയ്യുകയാണ്. മായ യുദ്ധം ചെയ്യാൻ വരികയാണെങ്കിൽ നാം ശ്രദ്ധാലുവാകണം, അറ്റൻഷനിലെത്തണം. അല്ലാതെ ശ്രദ്ധ കുറവിലേക്കോ അല്ലെങ്കിൽ ആലസ്യത്തിലേക്കോ പോയി നാം മായയോട് തോറ്റുപോകരുത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഒരിക്കലും വികാരങ്ങളുടെ വായു ഉള്ള കളിതമാശകൾ കളിക്കരുത്. സ്വയം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. വായിൽ നിന്ന് ഒരു മോശമായ വാക്കുകളും വരരുത്. 2. ആത്മാഭിമാനിയാകുന്നതിന് വളരെ വളരെ പ്രാക്ടീസ് ചെയ്യണം. എല്ലാവരുടെ കൂടെയും വളരെ സ്നേഹത്തോടെ മുന്നോട്ട് പോകണം. മോശമായ ദൃഷ്ടി വെക്കരുത്. മോശമായ ദൃഷ്ടിയുണ്ടെങ്കിൽ സ്വയം തനിക്ക് തന്നെ ശിക്ഷ കൊടുക്കണം. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഒരിക്കലും വികാരങ്ങളുടെ ചുവയുള്ള
ദേഹാഭിമാനത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് ദേഹാഭിമാനം ഉണ്ടാകുന്ന തരത്തിലുള്ള കളിതമാശകളോ സംസാരമോ ഉണ്ടാകരുത്. ഇത് വളരെ ഉയർന്ന ലക്ഷ്യമാണ്. ചെറിയ ഒരു മിസ്റ്റേക്ക് പോലും നമ്മൾക്ക് വളരെ ഭാരിച്ചതാകാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നു, ധാരാളം ആത്മാഭിമാനിയാകുന്നത് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ എല്ലാവരുമായിട്ടും സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകണം. എന്തു വന്നാലും മോശമായ ദൃഷ്ടി ആരെക്കുറിച്ചും ഉണ്ടാകരുത്. ഇനി അങ്ങനെ എന്തെങ്കിലും ദൃഷ്ടി ഉണ്ട് എങ്കിൽ സ്വയം തന്നെ അവനവന് ശിക്ഷ കൊടുക്കണം. ഇതിലൂടെ നാം ശ്രദ്ധാലുവായി തീരും. വരദാനം: നിരന്തരം ഓർമ്മയുടെയും സേവനത്തിന്റെയും ബാലൻസിലൂടെ കുട്ടിക്കാലത്തെ കുട്ടിക്കളികൾ സമാപ്തമാക്കുന്ന വാനപ്രസ്ഥിയായി ഭവിക്കട്ടെ. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സംഗമത്തിന്റെ അമൂല്യ സമയം നഷ്ടപ്പെടുത്തുക എന്നത് കുട്ടിക്കളിയാണ്. ഇപ്പോൾ ഈ കുട്ടിക്കളിയൊന്നും ശോഭിക്കില്ല. വാനപ്രസ്ഥത്തിൽ ഒരു കാര്യം മാത്രമാണ് ചെയ്യാൻ ബാക്കിയുള്ളത്: ബാബയുടെ ഓർമ്മയും സേവനവും. ഇത് കൂടാതെ മറ്റൊന്നിന്റെയും ഓർമ്മ വരരുത്. രാവിലെ എഴുന്നേറ്റാൽ ഓർമ്മിക്കുക, സേവനം ചെയ്യുക, പിന്നെ കിടന്നുറങ്ങുക. അപ്പോൾ ഓർമ്മയുടെയും സേവനത്തിന്റെയും നിരന്തരം ഈ ബാലൻസ് ഉണ്ടായിരിക്കണം. ത്രികാലദർശിയായി കുട്ടിക്കാലത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ സംസ്കാരങ്ങളുടെ സമാപ്തി സമാരോഹണം ആഘോഷിക്കൂ. അപ്പോൾ പറയും വാനപ്രസ്ഥി എന്ന്. കുട്ടിക്കാലമാകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ച് തന്നെ കളിയും തമാശയും ഉണ്ടായിരിക്കും. എന്നാൽ വാനപ്രസ്ഥിയായാൽ എന്താവശ്യമുണ്ടോ അത് മാത്രമായിരിക്കും ചെയ്യുക. ബാബ പറയുന്നു, കുട്ടിക്കാലത്തെ കളിതമാശകൾ, കുട്ടിക്കളികൾ ഇതെല്ലാം വിടേണ്ട സമയമാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്റെ അമൂല്യമായ സംഗമയുഗത്തിന്റെ സമയം വ്യർത്ഥമാക്കരുത്. നാം വാനപ്രസ്ഥത്തിലെത്തിയവരാണ്. നമുക്ക് ബാബയുടെ ഓർമ്മയും സേവനവും ഇത് രണ്ടും മാത്രമായിരിക്കണം ഉള്ളത്. ത്രികാലദർശിയായി ഈ കുട്ടിക്കാര്യങ്ങൾ അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ സംസ്കാരമെല്ലാം സമാപ്തമാക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സമയം കളയരുത്. ബാബയുടെ ഓർമ്മയിലും സേവനത്തിലും തന്നെ മുഴുകിയിരിക്കണം. അപ്പോൾ പറയും വാനപ്രസ്ഥി എന്ന. സ്ലോഗൻ: സർവപ്രാപ്തികൾ കൊണ്ട് സമ്പന്നമായ ആത്മാവിന്റെ അടയാളമാണ് സന്തുഷ്ടത. സന്തുഷ്ടമായിരിക്കൂ, സന്തുഷ്ടമാക്കൂ. ആരിലാണോ എല്ലാം ഉള്ളത് അവർ പിന്നെ മറ്റൊന്നിനും ആഗ്രഹിക്കില്ല. അങ്ങനെയുള്ള ആത്മാക്കളാണ് സന്തുഷ്ടർ. അവർ സ്വയവും സന്തുഷ്ടരായിരിക്കും, അതായത് തൃപ്തരായിരിക്കും. മറ്റുള്ളവരെയും തൃപ്തരാക്കും. ഓം ശാന്തി.